പൊതുജനങ്ങൾക്കും കാർഷിക മേഖലയ്ക്കും ഭീഷണിയായി മാറിയ കാട്ടുപന്നികളെ അംഗീകൃത ദൌത്യസംഘം വെടിവെച്ചു കൊന്നു. ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ നിന്നും 31 പന്നികളെയാണ് സംഘം വകവരുത്തിയത്. പ്രത്യേക പരിശീലനം നൽകിയ 7 വേട്ടനായ്ക്കളും ദൌത്യത്തിൽ നിർണായക സാന്നിധ്യമായി. പന്നിശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം അംഗീകൃത പരിശീലനം ലഭിച്ച ദൌത്യസംഘം ആനക്കരയിലെത്തിയത്. 9 ഷൂട്ടർമാരും 7 വേട്ടനായ്ക്കളും അടക്കമുള്ളവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. 31 കാട്ടുപന്നികളെയാണ് ഇവർ വകവരുത്തിയത്. ആനക്കര പഞ്ചായത്തിലെ മേലഴിയം, ആനക്കര AWH കുന്ന്, മലമൽക്കാവ് എന്നീ മേഖലകളിൽ നിന്നാണ് പന്നികളെ വെടിവെച്ചു കൊന്നത്. കാട്ടുപന്നിയുടെ ആക്രമണം പ്രദേശത്ത് മനുഷ്യജീവന് തന്നെ ഭീഷണിയായി മാറിയിട്ടുണ്ടെന്നും തുടർന്നും കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ ആവശ്യമായ ഇടപെടൽ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് പ്രതികരിച്ചു. ആനക്കര പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പന്നിശല്യം രൂക്ഷമാവുകയും കൃഷിനാശങ്ങൾ സ്ഥിരമായി സംഭവിക്കുകയും ചെയ്തപ്പോൾ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം താൽപ്പര്യമെടുത്തുകൊണ്ട് ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു ഫുൾ ടീമിനെ വരുത്തി അവരുടെ നേതൃത്വത്തിൽ ഈ പഞ്ചായത്തിൽ പന്നിശല്യം ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിനാണ് പഞ്ചായത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെക്കുറെ എല്ലാ മേഖലകളിലും പോകാനും പരമാവധി പന്നികളെ പിടിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് കൃഷിക്കാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്താൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാണ്. ജനങ്ങളുടെ സ്വൈരജീവിതം ഉറപ്പുവരുത്തുക എന്നതിന് പഞ്ചായത്ത് മുന്തിയ പരിഗണന നൽകും. അതോടൊപ്പം കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ചൊവ്വാഴ്ച രാത്രിയിലും ബുധനാഴ്ച രാവിലെ മുതൽ വൈകിട്ട് 4 മണി വരെയും ദൗത്യം തുടർന്നു. ഒരു 50ഓളം പേര് ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ നേരത്തെ ഒരു 7 മണിക്ക് ഇറങ്ങിയതാണ്. ഇതിൽ ഡോഗ്സ് ഒരു 10ഓളം ഡോഗ്സ് ഉണ്ട്. പിന്നെ ഞങ്ങൾ 2 ജില്ലയിലുള്ള ആളുകളാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഷൂട്ടേഴ്സ്. ജില്ലകളുടെ തന്നെ വിവിധ ഭാഗങ്ങളിലുള്ള ഞങ്ങളൊരു കൂട്ടായ്മ ഉള്ള ഒരു ടീമാണ് ഞങ്ങളുടെ ടീം. ഞങ്ങൾ വിവിധ പഞ്ചായത്തുകളിൽ ഇതുപോലെ പോയി പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ റിക്വസ്റ്റ് മാനിച്ച് ഞങ്ങൾ യാതൊരു പ്രതിഫലം ഒന്നും മോഹിക്കാതെ തന്നെ കർഷകരുടെ സംരക്ഷണവും കർഷകരുടെ പ്രയാസങ്ങളും അതുപോലെ ഈ പ്രസിഡന്റുമാരുടെ നിരന്തരമായിട്ടുള്ള ഈ റിക്വസ്റ്റൊക്കെ മാനിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ പല പഞ്ചായത്തുകളിലും മലപ്പുറം ജില്ലയിൽ അതുപോലെ പാലക്കാട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ ധാരാളം ഈ പന്നികളെ ഈ കാലയളവിൽ ഗവൺമെൻറ് ഇളവ് പിടിക്കാനുള്ള നിയമം ഇളവ് ചെയ്തതിൻ്റെ കാലത്തിന് ശേഷം ധാരാളം പന്നികളെ ഞങ്ങൾ വെടിവെച്ച് കൊന്നിട്ടുണ്ട് ഞങ്ങളുടെ ഈ ടീം. വെടിവെച്ചു കൊന്ന കാട്ടുപന്നികളെ ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കി ശാസ്ത്രീയമായി സംസ്കരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളുടെയും കർഷകരുടെയും പ്രദേശവാസികളുടെയും സഹായത്തോടെയാണ് ദൗത്യം. NCV ന്യൂസ്, തൃത്താല. Calicut Notebook Restaurant, the fusion experience with a slice of Malabar, Forum Center Mall, Edappal, Malappuram. We are also at Abu Dhabi, Dubai, Sharjah, Ajman, Qatar and Kochi.